നമസ്കാരം. ദി പ്രസിൻ്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നിരവധി വാർത്തകൾ ഉണ്ടായിരുന്നു ഈ വർഷത്തിൻ്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ. ഇന്നലെ പ്രത്യേകിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ശബരിമല സ്വർണ്ണപ്പാളി കേസിൽ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തു എന്നതാണ്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്തത്. ഇന്നലെയാണ് ആ വാർത്ത പുറത്തു വരുന്നത്. അത് തന്നെയാണ് എല്ലാ പത്രങ്ങളുടെയും ഒന്നാം പേജിൽ ഇടം പിടിച്ചിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി. അതിൽ ഏറ്റവും രസകരമായ തലക്കെട്ട് എഴുതിയിരിക്കുന്നത് മാതൃഭൂമിയാണ്. കടകംപള്ളിയെ ചോദ്യം ചെയ്തു, ബ്രാക്കറ്റിൽ ആരുമറിയാതെ. ഓതിരം കടകം, പിന്നെ അന്വേഷണം സർക്കാരിലേക്കും എന്നതാണ് ചോദ്യചിഹ്നം ഇട്ടുകൊണ്ടുള്ള തലക്കെട്ട്. ഇതേ വാർത്ത തന്നെയാണ് കടകംപള്ളിയെ ചോദ്യം ചെയ്തു എന്ന് മാധ്യമം നേരിട്ട് തലക്കെട്ട് എഴുതിയിരിക്കുന്നു. സിറാജ് ആണെങ്കിൽ അത് നിർണായക ഘട്ടത്തിൽ എന്ന് ആണ് ഇതിനെ നൽകിയിരിക്കുന്ന തലക്കെട്ട്. മാതൃഭൂമിയും മാധ്യമവും കടകംപള്ളിയുടെ മാത്രം പടമാണ് നൽകിയിരിക്കുന്നത് എങ്കിൽ സിറാജിൽ അത് PS പ്രശാന്തിൻ്റെ പടം നൽകിയിട്ടുണ്ട്. കാരണം PS പ്രശാന്ത്, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെയും ചോദ്യം ചെയ്തിട്ടുണ്ട്. ആ വാർത്തയാണ് നൽകിയിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അന്വേഷണ സംഘത്തിൻ്റെ നിർണായകമായ ഒരു ചുവടുവയ്പ് തന്നെയാണ് കടകംപള്ളി സുരേന്ദ്രനെ, മുൻ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തത്. ഈ സംഭവങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ ഈ സ്വർണം ദ്വാരപാലകൻ്റെ സ്വർണ്ണപ്പാളി സ്വർണം പൂശാൻ വേണ്ടി കൊടുത്തയക്കുമ്പോഴെല്ലാം വകുപ്പ് ഭരിച്ചിരുന്നത് കടകംപള്ളിയായിരുന്നു. അതുകൊണ്ട് തന്നെ കടകംപള്ളി അറിയാതെ ഇതൊന്നും നടന്നിട്ടുണ്ടാവില്ല എന്നാണ് അനുമാനം. അതാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. പല മൊഴികളും ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ളവർ നൽകിയ മൊഴികളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധം കടകംപള്ളിക്ക് ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്നുണ്ട്. കടകംപള്ളിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയമുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു. അതുകൊണ്ട് തന്നെ കടകംപള്ളിയിലേക്ക് അന്വേഷണം നീളുന്നു എന്ന് പറഞ്ഞാൽ അത് സർക്കാരിലേക്കും അന്വേഷണം നീളുന്നു എന്ന തരത്തിൽ തന്നെ വ്യാഖ്യാനിക്കേണ്ടി വരും. കാരണം അദ്ദേഹം മന്ത്രിയായിരുന്നു, ദേവസ്വം മന്ത്രിയായിരുന്നു. ഇപ്പോൾ അദ്ദേഹം MLA ആണ്. 2.5 മണിക്കൂറാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്തത് ശനിയാഴ്ച. പോറ്റിയുമായുള്ള പരിചയം സംബന്ധിച്ച്, അതുപോലെ ഇതിൽ എന്തെല്ലാം ഇൻവോൾവ്മെൻറ്റ് കടകംപള്ളിക്കുണ്ട് എന്ന കാര്യം തന്നെ ഈ പത്മകുമാറിൻ്റെ മൊഴി, എല്ലാവരുടെയും മൊഴി വെച്ചുകൊണ്ടാണ് കടകംപള്ളിയെ ചോദ്യം ചെയ്തിരിക്കുന്നത്. ഏതായാലും കടകംപള്ളിയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഇനി എത്രത്തോളം ഒമ്പന്മാരിലേക്ക് കേസ് നീങ്ങുമോ, അല്ലെങ്കിൽ കടകംപള്ളിയുടെ ചോദ്യം ചെയ്യൽ അവിടെ അവസാനിക്കുമോ എന്നെല്ലാം കണ്ടറിയണം. ഉന്നതരിലേക്കൊന്നും അന്വേഷണം പോയിട്ടില്ല എന്ന് ഹൈക്കോടതി പലതവണ വിമർശനം ഉന്നയിച്ചിരുന്നു. കഴിഞ്ഞ ദിവസവും ഇതേ അന്വേഷണം ഹൈക്കോടതിയിൽ നിന്ന് വിമർശനം നേരിടേണ്ടി വന്നിട്ടുണ്ട്. അത് ഗോവർദ്ധൻ്റെയും പത്മകുമാറിൻ്റെയും ജാമ്യ ഹർജി പരിഗണിക്കവെയാണ് കോടതി ജാമ്യം തള്ളിക്കൊണ്ട് അന്വേഷണം ഇനിയും മുന്നോട്ട് പോകാനുണ്ട് എന്ന് നിരീക്ഷിച്ചത്. ആ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജാമ്യം നൽകിയില്ല. ആ ജാമ്യ ഹർജികൾ ക്രിസ്മസിൻ്റെ അവധിക്ക് ശേഷമാണ് പത്മകുമാറിൻ്റെയും ഗോവർദ്ധൻ്റെയും, ബെല്ലാരിയിൽ സ്വർണം വാങ്ങിയ ജ്വല്ലറി ഉടമയെ ഗോവർദ്ധൻ്റെയും ജാമ്യ ഹർജി പരിഗണിക്കുക. ഇതെല്ലാം ഇന്നലെ സംഭവിച്ച വാർത്തകളാണ്. അതിനിടയിലാണ് കടകംപള്ളിയെ ചോദ്യം ചെയ്ത വാർത്തയും വരുന്നത്. കടകംപള്ളിയെ ചോദ്യം ചെയ്ത് കടകംപള്ളിയിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള അറസ്റ്റോ അത്തരത്തിൽ ഏതെങ്കിലും നീക്കമോ ഉണ്ടായാൽ അത് CPMനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയിലേക്ക് അത് കൊണ്ടെത്തിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. കടകംപള്ളി അവരുടെ തിരുവനന്തപുരം ജില്ലയിലെ പ്രമുഖനായ ഒരു നേതാവാണ്, മുൻ മന്ത്രിയാണ്. ഇപ്പോഴും സഭയിലെ അംഗമായി ഇരിക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് കടകംപള്ളി സുരേന്ദ്രൻ. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം CPMന് കടകംപള്ളി സുരേന്ദ്രനിലേക്ക് കൂടി എത്തുമ്പോൾ CPM കൂടുതൽ പ്രതിസന്ധിയിലേക്ക് ആകുന്നു എന്നതാണ്. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ വിജയകുമാർ അടക്കം CPMൻ്റെ പ്രാദേശിക തലത്തിലോ അല്ലെങ്കിൽ സംസ്ഥാന തലത്തിലോ ഒക്കെയുള്ള നേതാക്കന്മാർ തന്നെയാണ്. പത്മകുമാർ അടക്കമുള്ളവർ ഇപ്പോൾ ജയിലിൽ കഴിയുന്നു. പത്മകുമാറും വിജയകുമാറും എല്ലാം CPM പ്രവർത്തകരാണ്. ഇതെല്ലാം CPMലേക്ക് CPM എന്ന പാർട്ടിക്ക് നേരിട്ട് പങ്കുണ്ടോ ഇല്ലയോ എന്നതല്ല, CPM എന്ന പാർട്ടിയുടെ പ്രതിച്ഛായയെ ബാധിക്കുന്നു എന്നതാണ്. CPMനെതിരെ എന്തെങ്കിലും പങ്കുണ്ടെന്നോ അല്ലെങ്കിൽ CPMൻ്റെ സംസ്ഥാന നേതൃത്വത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും നേതാക്കൾക്ക് ഇതിൽ പങ്കുണ്ട് എന്നല്ല പറഞ്ഞു വരുന്നത്. ഇത് CPM എന്ന പാർട്ടിക്കുണ്ടാക്കുന്ന പ്രതിച്ഛായ തകർച്ചയെക്കുറിച്ചാണ് സൂചിപ്പിച്ചത്. അത് CPMനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കും. ഇവർക്കെതിരെ നടപടിയെടുക്കാൻ പാർട്ടി വൈകും തോറും അതിനുള്ള മറുപടി പറയാൻ CPM ബാധ്യസ്ഥരാകും. അങ്ങനെ വലിയ പ്രതിസന്ധിയിൽ ഒരു അന്തരാളഘട്ടത്തിലാണ്. ഗോവിന്ദമാഷ വാക്കുകൾ തന്നെ കടമെടുത്താൽ പാർട്ടി ഒരു അന്തരാളഘട്ടത്തിലാണ് ഇപ്പോഴുള്ളത് എന്ന് തന്നെ പറയാം. കടകംപള്ളിയുടെ അറസ്റ്റിലേക്ക് ഏതെങ്കിലും തരത്തിൽ നീങ്ങുമോ എന്നെല്ലാം അദ്ദേഹത്തിൻ്റെ മൊഴിയെല്ലാം ഇനി കോടതിയിൽ സമർപ്പിക്കും. ഏതെങ്കിലും അത്തരത്തിൽ നീക്കത്തിനും സാധ്യതയുണ്ടോ എന്നെല്ലാം വരും ദിനങ്ങളിൽ നമുക്ക് അറിയാം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇന്നലെ ബംഗ്ലാദേശിൻ്റെ
മുൻ പ്രധാനമന്ത്രിയായിരുന്ന ബംഗ്ലാദേശിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയായിരുന്ന ബീഗം ഖാലിദ സിയയുടെ മരണവുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. അതെല്ലാ പത്രങ്ങളും ഫ്രണ്ട് പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. ഖാലിദ സിയ അന്തരിച്ചു എന്ന് മാതൃഭൂമി അതേ തലക്കെട്ട് തന്നെയാണ് മാധ്യമവും നൽകിയിരിക്കുന്നത്. ബീഗം ഖാലിദ സിയ അന്തരിച്ചു എന്ന് ഒറ്റക്കൊള വാർത്തയായി സിറാജും അതിന് നൽകിയിരിക്കുന്നു. അർഹിക്കുന്നൊരു പരിഗണന എല്ലാ പത്രങ്ങളും ആ വാർത്തയ്ക്ക് നൽകിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 1991 ആദ്യമായി ഖാലിദ സിയ ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രി പദത്തിലെത്തുന്നത്. പിന്നീട് 96-ലും 99-ലും അതേ പദവി അവർ വഹിക്കുകയുണ്ടായി. ഒരു കൊയലീഷൻ സർക്കാരിന് ബംഗ്ലാദേശിൽ രൂപം നൽകിയത് അവരായിരുന്നു. ഒരു കൊയലീഷൻ ഇതുണ്ടാക്കിക്കൊണ്ട് അർഷാദ് ഭരണകൂടത്തിനെതിരെ അവർ നടത്തിയ പോരാട്ടം പ്രസിദ്ധമാണ്. BNPയുടെ അധ്യക്ഷയായിരുന്നു. ഹസ്ബൻഡിൻ്റെ സിയാവുൽ ഹക്കിൻ്റെ മരണത്തെ തുടർന്നാണ് അവർ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത്. കൊലപാതകത്തെ തുടർന്നാണ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇന്ത്യയിൽ ജനിച്ച ഖാലിദ സിയയുടെ പോരാട്ടം തന്നെയായിരുന്നു കണ്ടത്. ബീഗം ബംഗ്ലാദേശിൻ്റെ ബീഗം അവരും അവരുടെ സമകാലികരായും അടുത്ത പാർട്ടിയുടെ ഓപ്പണൻറ്റുമായിരുന്ന ഷെയ്ഖ് ഹസീനയും തമ്മിലുള്ള പോരാട്ടം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഷെയ്ഖ് ഹസീനയുടെ ഭരണകാലത്ത് ഖാലിദ സിയെ അഴിമതി ആരോപിച്ചുകൊണ്ട് ജയിലിലടച്ചു. അവർ ജയിലിൽ കിടക്കവെയാണ് അവർക്ക് അസുഖബാധിതയായത്. ഹൃദയ സംബന്ധവുമായും ശ്വാസകോശ സംബന്ധവുമായ അസുഖങ്ങളുണ്ടായിരുന്നു. അതിന് അവരെ വിദേശത്ത് ചികിത്സയ്ക്ക് വിടാൻ പോലും ഷെയ്ഖ് ഹസീന ഭരണകൂടം തയ്യാറായിരുന്നില്ല. അങ്ങനെയാണ് അവരുടെ രോഗം മൂർച്ഛിക്കുകയും ഷെയ്ഖ് ഹസീന 2024 വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് രാജ്യം വിട്ടോടിയ ശേഷം ഇന്ത്യയിൽ അഭയം തേടിയതിനു ശേഷമാണ് ഖാലിദ സിയെ മോചിപ്പിച്ചത്, ജയിൽ മോചിതയായതും. അവർ അതിനുശേഷം വിദേശത്ത് ചികിത്സയ്ക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചുവെങ്കിലും അവരുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമായിരുന്നത് കൊണ്ട് അത് സാധിച്ചില്ല. അങ്ങനെ ഢാക്കയിലെ ഹോസ്പിറ്റലിൽ തന്നെ ചികിത്സയിൽ തുടരുന്നയിടെയാണ് നവംബർ 21 അവസാനമായി അവരെ ആശുപത്രിയിലേക്ക് അസുഖം മൂർച്ഛിച്ചതിനെ തുടർന്ന് മാറ്റിയത്. അസുഖം മൂർച്ഛിച്ചത് അതിനുശേഷം ആണ് ഇന്നലെ ആശുപത്രിയിൽ തന്നെ അന്ത്യശ്വാസം അവർ വലിച്ചത്. ഏതായാലും ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു തിരഞ്ഞെടുപ്പിൻ്റെ അതിലേക്ക് നീങ്ങുകയാണ് രാജ്യം. ആ സമയത്താണ് ഇത്തരത്തിലൊരു മരണം, ഖാലിദ സിയയുടെ വേർപാടുണ്ടാകുന്നത്. BNP പാർട്ടിക്ക് അത് BNP പാർട്ടിയുടെ കഴിഞ്ഞ കുറേ ദശാബ്ദങ്ങളായി ആ പാർട്ടി നയിച്ചുകൊണ്ടിരുന്നവരുടെ അധ്യക്ഷയാണ് ഇല്ലാതായിരിക്കുന്നത്. പോരാട്ടങ്ങൾക്കൊടുവിൽ തന്നെയാണ്, പൊരുതി തന്നെയാണ് ഖാലിദ സിയ മരണത്തിനും കീഴടങ്ങിയത്. ഇന്നലെ മറ്റൊരു പ്രധാനപ്പെട്ട മരണമുണ്ടായത് നടൻ മോഹൻലാലിൻ്റെ അമ്മയുടെ മരണമാണ്. ശാന്തകുമാരി അമ്മ ഇന്നലെയാണ്. 90 വയസ്സായിരുന്നു. അവർ പക്ഷാഘാതത്തെ തുടർന്ന് ഏറെക്കാലമായി 14 വർഷത്തോളമായി ചികിത്സയിലായിരുന്നു. അതിനിടയിലാണ് ഇന്നലെ അന്ത്യം സംഭവിച്ചത്. ഇന്നലെ ഉച്ചയോടുകൂടിയായിരുന്നു മരണം ഉണ്ടായത്. ഇന്നാണ് സംസ്കാരം ഇന്ന് തിരുവനന്തപുരത്തെ വീട്ടിലാണ്. ഇന്നലെ കൊച്ചിയിലെ വീട്ടിലായിരുന്നു, എളമക്കരയിലെ വീട്ടിലായിരുന്നു അന്ത്യം സംഭവിച്ചത്. അതിനുശേഷം ഇന്നലെ രാത്രിയോടുകൂടി തിരുവനന്തപുരത്തെ മുടവൻ മുകളിലുള്ള മോഹൻലാലിൻ്റെ വീട്ടിലെത്തിക്കുകയായിരുന്നു. അവിടെ ആണ് ഇന്ന് സംസ്കാര ചടങ്ങുകൾ. അവിടെയാണ് അന്തിമ സംസ്കാരം നടക്കുക. അവിടെയാണ് ചിത ഒരുക്കിയിരിക്കുന്നത്. ഏതായാലും മോഹൻലാൽ പലപ്പോഴും പല ഇൻ്റർവ്യൂകളിലും അമ്മയെക്കുറിച്ച് സ്മരിച്ചിട്ടുണ്ട്. വളരെ വികാര നിർഭരമായ കുറിപ്പുമായി മോഹൻലാൽ ഇന്നലെ എഴുതുകയും ചെയ്തിട്ടുണ്ട്. പലപ്പോഴും അത്രയും വലിയൊരു ആത്മബന്ധമുണ്ടായിരുന്നു ആ അമ്മയും മകനും തമ്മിൽ. മോഹൻലാലിനെ സിനിമകളിലെല്ലാം അടിക്കുന്ന പടം ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ കരച്ചിൽ വരുമായിരുന്നു എന്നെല്ലാം ആ അമ്മ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുമുണ്ട്. ഏതായാലും നമുക്ക് മറ്റു വാർത്തകളിലേക്ക് പോകാം. 2025 ഇന്നത്തോടുകൂടി ഒരു വർഷം അവസാനിക്കുകയാണ്. 2025 അവസാന ദിവസമാണ് ഇന്ന്. അപ്പോൾ തിരിഞ്ഞു നോട്ടമാണ് മാതൃഭൂമി ഒരു വാർത്തയിലൂടെ. സുപ്രീം കോടതിക്ക് തിരുത്തൽ വർഷം എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതി തന്നെ തിരുത്തിയ കുറേ സംഭവങ്ങൾ ഈ വർഷം ഉണ്ടായി. ആ സംഭവത്തെക്കുറിച്ചാണ് ഡൽഹിയിൽ നിന്ന് ഷൈൻ മോഹൻ എഴുതിയിരിക്കുന്നത്. തെരുവുനായ വിഷയത്തിൽ, പടക്കത്തിൻ്റെ വിഷയത്തിൽ, ഗവർണറുടെ കേസിൽ, ആരവല്ലി കേസിൽ, ഇതിലെല്ലാം സുപ്രീം കോടതി സ്വന്തം ഉത്തരവുകളെ തിരുത്തി എഴുതുകയായിരുന്നു. ഇത്രയധികം സ്വന്തം ഉത്തരവുകളെ തിരുത്തി എഴുതി മറ്റൊരു വർഷം ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് വാർത്തയിൽ പറയുന്നത്. ഇങ്ങനെ വിധികൾ തിരുത്തേണ്ടി വരുന്നത് അല്ലെങ്കിൽ തിരുത്തി എഴുതേണ്ടി വരുന്നത് അത്ര നല്ല കാര്യമല്ല, അത് വേദനാജനകമാണെന്ന് സുപ്രീം കോടതി തന്നെ
ഈയിടെ നിരീക്ഷിച്ചതും ശ്രദ്ധേയമാണ്. ബില്ലുകളിലെ സമയക്രമം ആണ് ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ ഗവർണർക്കും രാഷ്ട്രപതിക്കും സമയക്രമം നിശ്ചയിച്ച രണ്ടംഗ ബെഞ്ചിൻ്റെ വിധിയെ രാഷ്ട്രപതിയുടെ റഫറൻസിലൂടെയാണ് മറികടന്നത്. അത് ഗവർണർക്കും രാഷ്ട്രപതിക്കും സമയം നിശ്ചയിക്കാനുള്ള നിർദ്ദേശം നൽകാനാകില്ലെന്ന് റഫറൻസിലുള്ള മറുപടിയിൽ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് വ്യക്തമാക്കുകയായിരുന്നു. അങ്ങനെ ഏറെക്കാലമായി നീണ്ടുനിന്ന ഒരു പല സംസ്ഥാനങ്ങളിലും ഏറെക്കാലമായി നിന്നിരുന്ന തർക്കത്തിന് പരിഹാരമായി, അല്ലെങ്കിൽ ഗവർണറുമായിട്ടുള്ള പ്രശ്നം അവസാനിക്കുന്നു എന്ന് കരുതിയെടുത്തു നിന്നാണ് രാഷ്ട്രപതി റഫറൻസിലൂടെ അതും ഒരു അപ്പീൽ പോവുകയോ ഒന്നും ചെയ്യാതെ രാഷ്ട്രപതി റഫറൻസിലൂടെയാണ് അതിനെ മറികടക്കാൻ ശ്രമിച്ചത്. അത് വന്നപ്പോഴാണ് മുൻ ഉത്തരവ് സുപ്രീം കോടതി ഒരു തവണ തിരുത്തിയത്. പടക്ക നിരോധനം, ഡൽഹിയിലെ വായുമലിനീകരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ 2018 സമ്പൂർണ്ണ പടക്ക നിരോധനത്തിന് ഉത്തരവിട്ടതും ഹരിത പടക്കങ്ങൾക്ക് അനുമതി നൽകിയും വിധി തിരുത്തിയതും ഈ വർഷമാണ്. ഡൽഹിയിലെ മുഴുവൻ തെരുവുനായ്ക്കളെയും ഷെൽട്ടറുകളിലേക്ക് മാറ്റണമെന്ന ഉത്തരവ് 3 അംഗ ബെഞ്ച് ഭേദഗതി ചെയ്തു. അതും പോയ വർഷമായിരുന്നു. പരിസ്ഥിതികാനുമതി മുൻകൂറായി നേടണമെന്നും പദ്ധതികൾ തുടങ്ങിക്കഴിഞ്ഞ ശേഷം മുൻകൂർ പ്രാബല്യത്തോടെ നൽകരുതെന്നുള്ള വിധി അതും തിരുത്തി. അതുപോലെ തന്നെ കടക്കണിയിലായിരുന്ന ഭൂഷൺ പവർ ആൻഡ് സ്റ്റീലിനെ JSW ഏറ്റെടുത്ത് റദ്ദാക്കി. ആ വിധിയും 3 മാസത്തിനകം തന്നെ തിരുത്തി ഏറ്റെടുക്കാൻ അനുമതി നൽകിയതും സുപ്രീം കോടതി വർഷം തന്നെയാണ്. ആരവല്ലി മലനിരകളുടെ നിർവചനങ്ങൾ സംബന്ധിച്ച് നവംബർ 20 ഉത്തരവ് കഴിഞ്ഞ ദിവസമാണ് തിരുത്തിയത്. അങ്ങനെ തിരുത്തലുകളുടെ ഒരു വർഷമായിരുന്നു സുപ്രീം കോടതിക്ക് എന്നാണ് വാർത്തയിലൂടെ മാതൃഭൂമി ഓർമ്മിപ്പിക്കുന്നത്. മാധ്യമത്തിലെ ഒരു പ്രധാനപ്പെട്ട വാർത്ത എഞ്ചിനീയറിംഗ് റാങ്ക് പട്ടികയെ സംബന്ധിച്ചാണ്. അത് കോടതി റദ്ദാക്കിയ പരിഷ്കാരം വീണ്ടും നടപ്പാക്കി ഉത്തരവ് ഇറക്കി എന്നതാണ്. അതായത് +2 മാർക്സിന് ഉയർന്ന വെയിറ്റേജും കേരള സിലബസിലുള്ളവർക്ക് ഇനി മാർക്ക് കുറയില്ല. നിലവിലുള്ള രീതി പ്രകാരം കേരള സിലബസിലുള്ള വിദ്യാർത്ഥികൾക്ക് മാർക്ക് കുറയുന്ന, അല്ലെങ്കിൽ വെയിറ്റേജ് കുറയുന്ന ഒരു രീതിയുണ്ട്. കഴിഞ്ഞ തവണ ഈ പരിഷ്കാരം കൊണ്ടുവന്നപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് മാറ്റങ്ങൾ കൊണ്ടുവന്നത്. +2 തത്തുല്യ പരീക്ഷയുടെ റാങ്ക് പട്ടികയ്ക്കായി പരിഗണിക്കുമ്പോൾ മാത്സിന് ഉയർന്ന വെയിറ്റേജ് അനുവദിച്ചിട്ടുണ്ട്. അതായത് നേരത്തെ ഇത് കൊണ്ടുവന്നപ്പോൾ ഹൈക്കോടതി ഇടപെട്ട് ഇത് CBSE വിദ്യാർത്ഥികൾ കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് ഹൈക്കോടതി ഇടപെട്ട് റദ്ദാക്കിയിരുന്നു. അന്ന് പ്രോസ്പെക്ടസ് എല്ലാം അടിച്ച ശേഷമാണ് ഇത്തരത്തിലൊരു മാറ്റം വരുത്തിയത് എന്നതായിരുന്നു വിനയായത്. എങ്കിൽ ഇത്തവണ പ്രോസ്പെക്ടസ് എല്ലാം അടിക്കുന്നതിന് മുമ്പ് തന്നെ സർക്കാർ ഉത്തരവ് ഇറക്കിയിരിക്കുകയാണ്. ഇൻറ്റേണൽ സമിതിയുടെ ശുപാർശ അംഗീകരിച്ചാണ് മാറ്റമെന്നാണ് ഉത്തരവിൽ പറയുന്നത്. വ്യത്യസ്ത ബോർഡുകൾക്ക് കീഴിൽ +2 പരീക്ഷ പാസ്സായ വിദ്യാർത്ഥികളുടെ മാർക്ക് പരിഗണിക്കുമ്പോഴുണ്ടാകുന്ന ഏറ്റക്കുറച്ചിൽ പരിഹരിക്കാൻ തമിഴ്നാട്ടിലേതിന് സമാനമായ സമീകരണ രീതിയാണ് പുതിയ ഉത്തരവിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതായത് തമിഴ്നാട്ടിൽ ഓൾറെഡി തന്നെ ഇതുണ്ട്. തമിഴ്നാട്ടിൽ സിലബസിൽ പഠിച്ചു വരുന്ന കുട്ടികൾ പുറത്താവാതിരിക്കാൻ, CBSE പോലുള്ള കുട്ടികൾ കൂടുതൽ മാർക്കുമായി വരുമ്പോൾ സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച കുട്ടികൾക്ക് വെയിറ്റേജ് കിട്ടാതെ പോവുകയും അവരെ പുറന്തള്ളപ്പെടുകയും ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അത് മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു പരിഷ്കാരം ഉണ്ടാക്കിയത്. നേരത്തെ തന്നെ മന്ത്രിസഭാ യോഗം ഇതിന് അംഗീകാരം നൽകിയിരുന്നു. 2011 കൊണ്ടുവന്ന നിലവിലുള്ള സമീകരണ രീതിയിൽ സംസ്ഥാന സിലബസിൽ +2 പാസ്സായ വിദ്യാർത്ഥികൾക്ക് 25 മാർക്ക് വരെ കുറഞ്ഞിരുന്നു. പുതിയ രീതിയിലൂടെ ഏതെങ്കിലും ബോർഡിൽ പഠിച്ച വിദ്യാർത്ഥിക്ക് മാർക്ക് കുറയുന്ന സാഹചര്യം പൂർണ്ണമായും ഒഴിവാകും. അങ്ങനെയാണ് എങ്കിൽ അതൊരു നല്ല കാര്യമായി തന്നെ കാണേണ്ടി വരും. നമുക്ക് ഗൾഫ് പേജുകളിലേക്ക് പോവുകയാണ് എങ്കിൽ ലോകത്തിൻ്റെ കണ്ണുകൾ UAE എന്ന് പറഞ്ഞുകൊണ്ടാണ് മാതൃഭൂമി വലിയൊരു ഫീച്ചർ പോലെ തന്നെ എഴുതിയിട്ടുണ്ട്. അതായത് എവിടെയെല്ലാമാണ് പുതുവത്സര ആഘോഷങ്ങൾ നടക്കുന്നത് എന്ന് സംബന്ധിച്ചാണ് എഴുതിയിരിക്കുന്നത്. ലോകത്തിൻ്റെ കണ്ണുകൾ UAE. എല്ലാ എമിറേറ്റുകളിലും വിപുലമായ പരിപാടികളുണ്ട്. പതിവ് റെക്കോർഡ് മുന്നിൽ കണ്ട് റാസൽ ഖൈമ എന്ന് പറഞ്ഞിട്ടൊരു വാർത്തയുണ്ട്. റാസൽ ഖൈമയിലെ വെടിക്കെട്ടുകൾ ഉണ്ട്. ഷാർജയിൽ 3 കരിമരുന്ന് പ്രയോഗങ്ങളുണ്ട്. ഒട്ടേറെ കലാപരിപാടികളുണ്ട്. പൊതുഗതാഗത സമയമാറ്റമുണ്ട്. അതിനെക്കുറിച്ചെല്ലാം തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വാർത്തയാണ് നൽകിയിരിക്കുന്നത്. സന്ദർശകർക്കായി കൽബയിലെ നൊമാഡ് ഒരുങ്ങുന്നു. പുതുവർഷത്തിൽ പ്രവേശനം തുടങ്ങുമെന്ന് പറഞ്ഞുകൊണ്ട് ഷാർജയിലൊരു വാർത്ത ഉണ്ട്. അതായത് സന്ദർശകരെ സ്വീകരിക്കാൻ കൽബയിലെ പുതിയ വിനോദ കേന്ദ്രമായ നൊമാഡ് ഒരുങ്ങുന്നു. കേന്ദ്രത്തിൽ ഷാർജ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ചെയർപേഴ്സൺ ആണ് ഇക്കാര്യം ഇത് അവിടെ സന്ദർശനം നടത്തി അവലോകനം ചെയ്തു എന്നാണ്. പുതുവർഷത്തിൽ പ്രവേശനം തുടങ്ങുമെന്ന വാർത്തയാണ് ഉള്ളത്. മാധ്യമത്തിൻ്റെ ഗൾഫ് പേജിലുള്ള വാർത്ത,
വിമാന നിരക്കിൽ വൻ വർധന, വലഞ്ഞ പ്രവാസികൾ എന്നതാണ്. കേരള UAE ടിക്കറ്റിന് 4500 ദിർഹം വരെയാണ് നിരക്ക് എന്നാണ് വാർത്തയിൽ പറയുന്നത്. ഇതിൽ വിമാന നിരക്ക് ഇങ്ങനെ ഉയരുന്നതിൽ വലിയ പ്രതിസന്ധിയിൽ വലഞ്ഞിരിക്കുകയാണ് UAEയിലുള്ള പ്രവാസികൾ. പ്രത്യേകിച്ച് അവധിക്കാലമാണ്. അവധിക്കാലത്ത് പോയി വരാനുള്ള ചെലവ് അതിഭീകരമാവുന്നു എന്നാണ് വാർത്തയിൽ പറയുന്നത്. പിന്നെ പുതുവത്സര രാവിൽ വിസ്മയം തീർക്കാൻ UAE എന്ന് പറഞ്ഞുകൊണ്ട് എവിടെയെല്ലാമാണ് ആഘോഷങ്ങളുള്ളത് എന്ന് സംബന്ധിച്ചൊരു വാർത്തയും മാധ്യമം നൽകിയിരിക്കുന്നു. സിറാജിലാകട്ടെ UAE പുതുവത്സരാഘോഷത്തിന് തയ്യാറായിരിക്കുന്നു എന്ന വാർത്ത നൽകിയിരിക്കുന്നു. അതിനൊപ്പം തന്നെ ഭക്ഷ്യമേഖലയിലെ നിക്ഷേപം അറബ് രാജ്യങ്ങളിൽ UAE ഒന്നാമത് എന്ന വാർത്ത നൽകിയിട്ടുണ്ട്. 45% പദ്ധതികളും UAEയിലാണ് നടക്കുന്നത്. ഭക്ഷ്യമേഖലയിൽ നിക്ഷേപം നടത്തുന്നതിൽ അറബ് രാജ്യങ്ങൾ UAE ഏറ്റവും കൂടുതൽ ഭക്ഷ്യ പാനീയ മേഖലയിലെ നിക്ഷേപത്തിലാണ് അറബ് രാജ്യങ്ങൾക്കിടയിൽ UAE ഒന്നാമതെത്തിയത്. അറബ് രാജ്യങ്ങൾ പരസ്പരം നടത്തുന്ന ഭക്ഷ്യപദ്ധതികളിൽ 45% UAEയിലാണ്. കൂടാതെ ആകെ നിക്ഷേപ ചെലവിൻ്റെ 58%വും UAEയുടെ സംഭാവനയാണെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു എന്നാണ് വാർത്തയിൽ ഉള്ളത്. ദുബൈയിൽ ഈ സ്കൂട്ടർ പെർമിറ്റ് ഇനി ആപ്പുകളിലും ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് ഇളവ് നൽകുമെന്നൊരു വാർത്തയും സിറാജിൻ്റെ ഉൾപേജിൽ ഉണ്ട്. ഇനി അകത്തേക്ക് പോവുകയാണെങ്കിൽ, ഗൾഫ് വാർത്തയെല്ലാം വിട്ട് നാട്ടിലെ വാർത്തകളിലേക്ക് പോവുകയാണെങ്കിൽ, കഴിഞ്ഞ ദിവസം ശബരിമല കേസിൽ തന്നെ നമ്മൾ കടകംപള്ളിയെ ചോദ്യം ചെയ്ത കാര്യം പറഞ്ഞു. അത് ശനിയാഴ്ചയാണ് ചോദ്യം ചെയ്തത്. ഇന്നലെ ഡി മണിയെയും സുഹൃത്തുക്കളെയും SIT ചോദ്യം ചെയ്ത് വിട്ടയച്ചു. ഇന്നലെ വൈകുന്നേരമാണ് സംഭവം ഉണ്ടായത്. ശബരിമല സ്വർണ്ണക്കോള കേസിൽ ഡി മണി, അതായത് ദിണ്ടിഗൽ മണി എന്നാണ് അറിയപ്പെടുന്നത്, ദാവൂദ് മണി എന്നൊക്കെ അറിയപ്പെടുന്നത്, ദിണ്ടിഗലിലുള്ള മണിയാണ്. അവരെ ചോദ്യം ചെയ്ത് സുഹൃത്തുക്കളും ചോദ്യം ചെയ്തു. ദിണ്ടിഗൽ സ്വദേശിയായ മണി, സുഹൃത്ത് ബാലമുരുകൻ, ശ്രീകൃഷ്ണൻ എന്നിവരെയാണ് പ്രത്യേക അന്വേഷണ സംഘം ചോദിച്ചത്. രാവിലെ 10:30 ആരംഭിച്ച ചോദ്യം ചെയ്യൽ 7.5 മണിക്കൂർ നീണ്ടു. അങ്ങനെ അഭിഭാഷകരൊപ്പമാണ് ഇവരെല്ലാവരും, സംഘത്തോടൊപ്പമാണ് ഡി മണി എത്തിയത്. ചോദ്യാവലി അടക്കം തയ്യാറാക്കിയാണ് SITയുടെ നടപടി. ചോദ്യം ചെയ്യലിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കാതെ ഡി മണി മടങ്ങി. ശബരിമലയിൽ സ്വർണ്ണ ഉരുപ്പിടികൾ വിറ്റുവെന്നും അതിന് പിന്നിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഡി മണിയുമാണെന്ന് പ്രവാസി വ്യവസായി മൊഴി നൽകിയിരുന്നു. അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്വർണ്ണ ഉരുപ്പിടികൾ വിറ്റതിന് പിന്നിൽ ഇയാളുമുണ്ട് പോറ്റിക്കൊപ്പം എന്ന് മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഡി മണിയെ ചോദ്യം ചെയ്തത്. നമുക്ക് മാതൃഭൂമിയുടെ ഉൾപേജിലേക്ക് കിടക്കുകയാണെങ്കിൽ, നാട്ടിൽ നിന്നുള്ള വാർത്തകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയുള്ളത് കടകംപള്ളിയെ ചോദ്യം ചെയ്ത് ഹൈക്കോടതിയെ ഭയന്ന് എന്നൊരു വാർത്തയുണ്ട്. ഹൈക്കോടതിയാണ് എന്തുകൊണ്ട് മുന്നോട്ട് അന്വേഷണം പോകുന്നില്ല എന്ന ചോദ്യം ഉന്നയിച്ചിരുന്നത്. എല്ലാം ആ തലക്കെട്ടിൽ എഴുതിയിരിക്കുന്ന വാർത്തയിൽ PS പ്രശാന്തിൻ്റെ നില പരിങ്ങലിൽ എന്നൊരു ഉണ്ട്. അതായത് കടകംപള്ളി ഒരു പരിധിവരെ സുരക്ഷിതനാണെങ്കിലും, ഒരു പരിധിവരെയെങ്കിലും കടകംപള്ളി സുരക്ഷിതനായിരിക്കുമെങ്കിലും PS പ്രശാന്തിൻ്റെ അവസ്ഥ അങ്ങനെയായിരിക്കില്ല. കാരണം 2025 ഭരണസമിതിയുടെ ഭാഗത്തുനിന്നുണ്ടായ ചില വീഴ്ചകൾ അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അന്ന് പ്രസിഡൻ്റായിരുന്ന PS പ്രശാന്തിൻ്റെ നില അത്ര സുഖകരമായിരിക്കില്ല എന്നാണ് അറിയുന്നത്. നിയമ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷി ഹൈക്കോടതിയിൽ പ്രത്യേക അന്വേഷണ സംഘം നൽകുന്ന റിപ്പോർട്ട് നിർണായകമാകും. ഇവരുടെ എല്ലാം ചോദ്യം ചെയ്തതിനു ശേഷം നൽകുന്ന റിപ്പോർട്ട് എന്തായാലും CPMനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാകും എന്നതാണ് ഈ പ്രധാനപ്പെട്ട വാർത്തയിൽ അവർ പറയുന്നത്. തോൽവിയുടെ കാരണം എണ്ണിപ്പറഞ്ഞ CPI എന്ന് പറഞ്ഞുകൊണ്ടൊരു വാർത്തയുണ്ട്. യഥാർത്ഥ വീഴ്ച കാണാതെ LDFന് തിരുത്താനാകില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് കാരണം എണ്ണിപ്പറഞ്ഞുകൊണ്ടാണ് CPIയുടെ യോഗം, സംസ്ഥാന നേതൃയോഗം അവസാനിച്ചത്. CPM പറയുന്നത് പോലെയല്ല കാര്യങ്ങൾ എന്നാണ് അവർ പറയുന്നത്. ഇതൊരു പ്രധാനപ്പെട്ട വാർത്തയായി തന്നെയാണ് മാതൃഭൂമി നൽകിയിരിക്കുന്നത്. നമുക്കിനി എഡിറ്റോറിയൽ പേജിലേക്ക് പോവുകയാണെങ്കിൽ 3 വിഷയത്തിലാണ് ഇന്ന് പത്രങ്ങൾ എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത്. ഗൾഫ് മാധ്യമം ഇത് കഴുത്തറപ്പൻ നിരക്ക് കൊള്ള എന്ന് പറഞ്ഞുകൊണ്ട് KSRTC ഡൈനാമിക് ഫ്ലെക്സി സംവിധാനത്തിലൂടെ ഡൈനാമിക് റിയൽ ടൈം ഫ്ലെക്സി ഫെയറിലേക്ക് മാറ്റുന്നതിനുള്ള നീക്കങ്ങൾ സംബന്ധിച്ച തീരുമാനത്തെ സംബന്ധിച്ചാണ് എഴുതിയിരിക്കുന്നത്. അതായത് തിരക്കിനനുസരിച്ച് ടിക്കറ്റിൻ്റെ നിരക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന സംവിധാനം സ്വകാര്യ ബസ്സുകൾ ചെയ്യുന്നതാണ്. ആ സംവിധാനം KSRTC ദീർഘദൂര ബസ്സുകളിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ KSRTC ബസ്സിനെ ആശ്രയിക്കുന്ന പാവപ്പെട്ട സാധാരണക്കാരനായ ആളുകളാണ് ബുദ്ധിമുട്ടുക. അത് യാത്രക്കാർ ഇത്തരത്തിൽ വരുമ്പോൾ
നമ്മുടെ ഓൾറെഡി അത് തീവണ്ടിയുടെ ഫെയറുമായി കമ്പയർ ചെയ്യുമ്പോൾ ബസ്സിൻ്റെ യാത്രാ ചെലവ് എന്ന് പറയുന്നത് 3 ഇരട്ടിയാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ തീവണ്ടിയിൽ വലിയ തിരക്കനുഭവപ്പെടുകയും ശ്വാസം മുട്ടുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ KSRTC ബസ്സടക്കം ഇങ്ങനെ ടിക്കറ്റ് നിരക്ക് കൂട്ടിക്കഴിഞ്ഞാൽ, ഇങ്ങനെ ഫ്ലെക്സി ആക്കി കഴിഞ്ഞാൽ, ഡൈനാമിക് റിയൽ ടൈം ഫ്ലെക്സിയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് തീവണ്ടികളുടെ തിരക്ക് വർദ്ധിപ്പിക്കുകയുള്ളൂ, ഇതിനേക്കാൾ കൂടുതൽ ദുരന്തങ്ങൾ ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഇത് ഓർമ്മിപ്പിക്കുന്നത്. അതനുസരിച്ച് ഫ്ലെക്സി ആക്കുകയല്ല വേണ്ടത് എന്നാണ് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് സംസ്ഥാനത്ത് KSRTCയിൽ സർക്കാർ ബസ്സുകളിൽ യാത്രാ നിരക്ക്, സർക്കാർ ബസ്സുകളിൽ മാത്രമല്ല പൊതുവെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് യാത്രാ നിരക്ക് കൂടുതലാണെന്ന ആക്ഷേപം മുമ്പേ ഉണ്ട്. അതിൻ്റെ ഇടയിലാണ് ഇത്തരത്തിലൊരു നീക്കം കൂടി നടത്തുന്നത് എന്ന് ശ്രദ്ധിക്കണം. ഇതൊരു കഴുത്തറപ്പൻ നിരക്ക് കൊള്ളയാണ് എന്നാണ് മാധ്യമം എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത്. സർക്കാരിൻ്റെ ധനപ്രതിസന്ധി സംബന്ധിച്ചാണ് മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ പറയുന്നത്. 80കൾ മുതൽ തന്നെ കേരളത്തിലെ ഗ്രസിച്ച സാമ്പത്തിക പ്രതിസന്ധി ഒരു സുപ്രഭാതത്തിൽ മാറുമെന്ന് ആരും കരുതുന്നില്ല. പക്ഷേ അത് ഗുരുതരമാകാതെയും സംസ്ഥാനത്തിൻ്റെ പുരോഗതിയെ ബാധിക്കാതെയും നോക്കാൻ സർക്കാരുകൾക്ക് കടമയുണ്ട്. അത് നടക്കുന്നില്ല എന്ന രീതിയിൽ തന്നെയാണ് പോകുന്നത്. അസാധാരണവും അതീവ ഗുരുതരവുമായ ധനപ്രതിസന്ധിയിൽ ഞെരുങ്ങുകയാണ് ഇപ്പോൾ കേരളം. സമീപകാലത്തെ ഏറ്റവും രൂക്ഷമായ പ്രതിസന്ധിയാണ് നേരിടുന്നത്. വരും മാസങ്ങളിൽ ഇത് ഭരണസ്തംഭനത്തിലേക്ക് നയിക്കാതിരിക്കാനുള്ള വഴി തേടേണ്ട അവസ്ഥയിലാണ് സർക്കാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് എഡിറ്റോറിയൽ വരുന്നത്. സർക്കാരിൻ്റെ റവന്യൂ കമ്മിയും റവന്യൂ കമ്മിയും അതുപോലെ തന്നെ റവന്യൂ കമ്മി പെരുകിക്കൊണ്ടിരിക്കുകയാണ്. അതിന് വരവും ചെലവും തമ്മിൽ ഒരിക്കലും ഒത്തുപോകുന്നില്ല. കേന്ദ്രം പൈസ തരാനുണ്ട് എന്നൊക്കെയാണ്, കേന്ദ്ര പദ്ധതികളുടെ വിഹിതങ്ങൾ കിട്ടാനുണ്ട്, കേന്ദ്രം പല GSTയുടെ തരാനുണ്ട്, അങ്ങനെ പലതരത്തിൽ സർക്കാരിന് സംസ്ഥാനത്തിന് അവകാശപ്പെട്ട ഫണ്ട് കേന്ദ്രം അനുവദിക്കുന്നില്ല എന്നതാണ് സംസ്ഥാനം പറയുന്നത്. ഇതിൽ സംസ്ഥാനത്തിൻ്റെ കൈവശമുള്ള പണം ഉപയോഗിച്ചുകൊണ്ട് ശമ്പളം കൊടുക്കാതിരിക്കാൻ സാധിക്കത്തില്ല, പെൻഷൻ മുടക്കാൻ സാധിക്കത്തില്ല. അങ്ങനെ ഉള്ള കാര്യങ്ങൾ എന്തായാലും ചെയ്തേ പറ്റൂ. പക്ഷേ വികസന പ്രവർത്തനങ്ങളിലേക്കായിരിക്കും അപ്പോൾ ബാധിക്കുക. അതെങ്ങനെ മറികടക്കാനാകുമെന്ന് സംബന്ധിച്ചാണ് ഈ എഡിറ്റോറിയൽ മാതൃഭൂമി സംശയം ഉന്നയിക്കുന്നത്. വർഗീയ വിഷപ്പാമ്പുകളെ ഒതുക്കണം എന്നാണ് സിറാജ് എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത്. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ബജ്രംഗ് ദൾ പ്രവർത്തകരും സംഘപരിവാർ പ്രവർത്തകരും ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് കരോളിന് നേരെ ആക്രമണം നടത്തിയ വാർത്തകൾ നമ്മൾ കണ്ടു. അതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിലൊരു ബർത്ത്ഡേ പാർട്ടിയിലേക്ക് സംഘപരിവാർ സംഘം അതിക്രമിച്ച് കയറുകയും മർദ്ദിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഉത്തരാഖണ്ഡിൽ ഭാരത് മാതാ കി ജയ് വിളിക്കാൻ വിസമ്മതിച്ചു എന്നാരോപിച്ച് കാശ്മീരി വ്യാപാരിയെ മർദ്ദിച്ചതും ത്രിപുരയിൽ ചൗമനു റോഡിലെ മസ്ജിദ് തീയിടാനുള്ള ശ്രമം നടത്തിയതുമെല്ലാം അടുത്തടുത്ത ദിവസങ്ങളിലാണ്. അപ്പോൾ ഇത്തരത്തിൽ വ്യാപകമായ വർഗീയത നിറഞ്ഞ പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം വർഗീയ വിഷപ്പാമ്പുകളെ ഒതുക്കണം, നിയന്ത്രിക്കണം എന്നാണ് എഡിറ്റോറിയൽ പറയുന്നത്. ഹിന്ദുരക്ഷാദൾ എന്ന പുതിയൊരു സംഘടന ഹിന്ദുത്വ വീടുകളിൽ മഴു തുടങ്ങി മാരകായുധങ്ങൾ വിതരണം ചെയ്ത വാർത്ത പുറത്തു വന്നിരുന്നു. ഈയിടെയാണ് ആയുധങ്ങൾ വിതരണം ചെയ്യുക ഹിന്ദു വീടുകളിലേക്ക്. ഗാസിയാബാദിൽ ഷാലിമാർ ഗാർഡനിലാണ് തിങ്കളാഴ്ച ജയ് ശ്രീറാം വിളികളുമായി ഹിന്ദുരക്ഷാദൾ പ്രവർത്തകർ 250ഓളം വീടുകളിൽ മുസ്ലിങ്ങൾക്ക് നേരെ പ്രയോഗിക്കാനായി ആയുധങ്ങൾ നൽകിയത്. മറ്റു മതസ്ഥരെ ആയുധം കൊണ്ട് നേരിടുക എന്നതാണ്, സമാധാനത്തോടെ വർത്തിക്കുക എന്നതാണ് വേണ്ടത്. അതിന് പകരം ഓരോ സംഘടനകളുടെ പേരിൽ ഈ സംഘപരിവാർ സംഘടനകൾ ഹിന്ദു വർഗീയവാദികൾ, അങ്ങനെ തന്നെ പറയണം, വർഗീയ വിഷപ്പാമ്പുകൾ ആയുധങ്ങൾ നൽകുന്നു എന്നത് എത്രമാത്രം ചിന്തിക്കാൻ പോലും സാധിക്കില്ല. അത്ര പരസ്യമായി തന്നെ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ അനുകൂല നിലപാട് ഇവർക്കുണ്ട്, പിന്തുണ ഇവർക്കുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അല്ലെങ്കിൽ ഇത്തരത്തിൽ പരസ്യമായി ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് സാധിക്കില്ല. ബർത്ത്ഡേ ആഘോഷിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നേരെ ബജ്രംഗ് ദൾ ഗുണ്ടകൾ അടിഞ്ഞാടുന്നു. അവിടെ ആ സമയത്ത് പോലീസ് കാഴ്ചക്കാരായി നിൽക്കുന്നു. 2 മുസ്ലിം വിദ്യാർത്ഥികൾ, ബർത്ത്ഡേ ആഘോഷത്തിലുള്ള 2 മുസ്ലിം പയ്യന്മാരെ അവരെ ലവ് ജിഹാദ് എന്ന് ആരോപിച്ചുകൊണ്ട് മർദ്ദിക്കുന്നു. ഇത്തരത്തിൽ ക്രൂരമായി മർദ്ദിക്കുന്നു. ഇതെല്ലാം ഈ രാജ്യത്ത് തന്നെയാണ് നടക്കുന്നത്. നാനാർത്ഥത്തിൽ ഏകത്വമാണ് നമ്മുടെ അടിസ്ഥാന ശില എന്ന് നമ്മൾ പറയുമ്പോഴും ഇതെല്ലാം നമ്മുടെ നാട്ടിൽ നടക്കുന്നു എന്നതാണ് ഏറ്റവും ദയനീയമായ കാര്യം. അതിനെക്കുറിച്ചാണ് സിറാജിൻ്റെ എഡിറ്റോറിയൽ. നമുക്ക്
നിയമസഭാ തെരഞ്ഞെടുപ്പിന് പാർട്ടികൾ ഒരുക്കം തുടങ്ങിയെന്ന വാർത്ത മാതൃഭൂമിയുടെ ഉൾപേജിലുണ്ട്. കോൺഗ്രസ് കോൺക്ലേവ് ചേരുന്നു. സ്ഥാനാർത്ഥി നിർണ്ണയം താഴെത്തട്ടിൽ നിന്ന് നടത്തും. BJP ആണെങ്കിൽ സ്ഥാനാർത്ഥികൾ അടുത്തയാഴ്ച തന്നെ പ്രഖ്യാപിക്കുമെന്നാണ് BJPയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. പരിഗണനയുള്ള സ്ഥാനാർത്ഥികളും മണ്ഡലങ്ങളും സംബന്ധിച്ചെല്ലാം ഒരു പട്ടികയും മാതൃഭൂമി നൽകിയിരിക്കുന്നു. നേമത്ത് രാജീവ് ചന്ദ്രശേഖർ, വട്ടിയൂർക്കാവിൽ R. ശ്രീലേഖ, കഴക്കൂട്ടത്ത് V. മുരളീധരൻ, തിരുവനന്തപുരത്ത് G. കൃഷ്ണകുമാർ, തൃശ്ശൂരിൽ MT രമേശ്, പാലക്കാട് K. സുരേന്ദ്രൻ, കായംകുളം ശോഭ സുരേന്ദ്രൻ, മലമ്പുഴ കൃഷ്ണകുമാർ, തിരുവല്ല അനൂപ് ആന്റണി, പാല ഷോൺ ജോർജ്, ചാത്തന്നൂർ BB ഗോപകുമാർ, ആറന്മുള കുമ്മഴം രാജശേഖരൻ, മഞ്ചേശ്വരം ML അശ്വിനി, ഷൊർണൂർ KK അനീഷ് കുമാർ, മണലൂർ AN രാധാകൃഷ്ണൻ, കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ B. ഗോപാലകൃഷ്ണൻ, ആറ്റിങ്ങൽ P. സുധീർ, ചിറയൻകീഴ് ആശാനാഥ്, എറണാകുളം ജിജി ജോസഫ്, കാഞ്ഞിരപ്പള്ളി നോബിൾ മാത്യു എന്നിവർ മത്സരിക്കുമെന്നാണ് വിവരം. തദ്ദേശ വലിയ നേട്ടങ്ങളുണ്ടായ ചെങ്ങന്നൂരിൽ സന്ദീപ് വചസ്പതിയും MV ഗോപകുമാർ എന്നീ പേരുകളും പരിഗണിക്കുന്നുണ്ട്. അങ്ങനെ BJP ഏതാണ്ട് അവരുടെ ഒരു പട്ടിക, സാധ്യതാ പട്ടിക തയ്യാറാക്കി കഴിഞ്ഞു. അപ്പോൾ അതനുസരിച്ച് അവർ ഇപ്പോൾ തന്നെ സ്ഥാനാർത്ഥികൾ അടുത്തയാഴ്ച പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പ്രചാരണം നേരത്തെ ആരംഭിക്കുന്നു എന്നാണ് അതിനർത്ഥം. സ്ഥാനാർത്ഥി നിർണ്ണയം താഴെത്തട്ടിൽ നിന്നാണ് ആരംഭിക്കാനാണ് കോൺഗ്രസിൻ്റെ തീരുമാനം. ജനുവരി ആദ്യം തന്നെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിനുള്ള സ്ക്രീനിംഗ് കമ്മിറ്റി AICC പ്രഖ്യാപിക്കും. തുടർന്ന് സ്ഥാനാർത്ഥി നിർണ്ണയം ഉണ്ടാകുമെന്നാണ് വാർത്തയിൽ പറയുന്നത്. നമുക്ക് സ്പോർട്സ് പേജിലേക്ക് പോവുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്നത് ഇന്നലെ വനിതാ ചാമ്പ്യൻഷിപ്പ് ശ്രീലങ്കയുമായുള്ള വനിതകളുടെ പരമ്പര 5 ഇതുള്ള പരമ്പര ഇന്ത്യ ജയിച്ചത് തന്നെയാണ്. ഹർമൻ നയിച്ചു. 5ലും ഇന്ത്യ എന്നാണ് മാധ്യമം തലക്കെട്ട് എഴുതിയത്. അതുമാത്രമല്ല, പോയ വർഷം 2025 കായിക ഇന്ത്യ നേടിയ നേട്ടങ്ങളെക്കുറിച്ചെല്ലാം തന്നെ മാധ്യമം വാർത്തയാക്കിയിട്ടുണ്ട്. അതിൻ്റെ സ്പോർട്സ് പേജിൽ വാർത്തയാക്കിയിട്ടുണ്ട്. കായിക ഇന്ത്യക്ക് അഭിമാന വർഷം എന്നാണ് എഴുതിയിരിക്കുന്നത്. ചെസ്സിൽ ദിവ്യ ദേശ്മുഖ് ഫിഡെ വനിതാ ലോകകപ്പ് ചാമ്പ്യനായി മാറി. അതുപോലെ നീരജ് കുമാർ ആദ്യമായി 90 മീറ്റർ താണ്ടി 90.23 മീറ്റർ ദൂരം എറിഞ്ഞിട്ടു. ജാവലിനിൽ പാരാ അത്ലറ്റിക്സിൽ ലോക ചാമ്പ്യൻഷിപ്പിൽ 22 മെഡലുകൾ ഇന്ത്യ കരസ്ഥമാക്കി. പുരുഷ ഹോക്കിയിൽ ഏഷ്യ കപ്പ് ചാമ്പ്യന്മാരായി. ക്രിക്കറ്റിൽ 2020 ലോകകപ്പ് ഇന്ത്യ ചാമ്പ്യനായി. വനിതാ ക്രിക്കറ്റിൽ ലോകകപ്പ് ചാമ്പ്യന്മാരായത് ഇന്ത്യയാണ്. അതുപോലെ പുരുഷ ക്രിക്കറ്റ് ടീമാണെങ്കിൽ ഏകദിന ചാമ്പ്യൻസ് ട്രോഫി കിരീടവും അതുപോലെ തന്നെ 2020 ഏഷ്യ കപ്പ് കിരീടവും ഇന്ത്യൻ പുരുഷ ടീം സ്വന്തമാക്കുകയുണ്ടായി. ഇതെല്ലാം കഴിഞ്ഞ വർഷത്തെ നേട്ടങ്ങളുടെ പട്ടികയിലുള്ളതാണ്. അതെല്ലാം മാധ്യമം ഒന്നൊന്നായി എടുത്തു പറഞ്ഞിരിക്കുന്നു. ഇന്ത്യക്ക് ഹാപ്പി ന്യൂ ഇയർ എന്നാണ് സിറാജ് ഇന്നലത്തെ ഇന്ത്യയുടെ വിജയത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. അതിൽ പറയുന്നത് 5ാം T20യിൽ 15 റൺസിൻ്റെ ജയം, പരമ്പര തൂത്തുവാരി. ഹർമൻപ്രീത് കൗർ, ഷഫാലി വർമ്മ പരമ്പരയിലെ താരമായി എന്ന വാർത്തകളെല്ലാം തന്നെ നൽകിയിരിക്കുന്നു. ഒരു സ്പോർട്സ് കലണ്ടർ പോലെയാണ് മാതൃഭൂമി സ്പോർട്സ് പേജ് തയ്യാറാക്കിയിരിക്കുന്നത്. 2026 വരാനിരിക്കുന്ന ഓരോ മത്സരങ്ങളുടെയും പ്രധാനപ്പെട്ടതിൻ്റെ എല്ലാം തന്നെ ഈവൻറ്റുകളുടെ ഒരു കലണ്ടർ തയ്യാറാക്കിയിരിക്കുന്നു. സമ്പൂർണ്ണം എന്നാണ് ഇന്ത്യയുടെ ഇന്നലത്തെ വിജയത്തെ, വനിതാ ക്രിക്കറ്റ് ടീമിൻ്റെ വിജയത്തെ തലക്കെട്ട് എഴുതിയിരിക്കുന്നത്. കാൾസൺ ജേതാവ്, ദരിഗാസിക്ക് വെങ്കലം എന്ന് പറഞ്ഞ ലോക ബ്ലിറ്റ്സ് ചെസ് കിരീടവും നോർവേയുടെ മാഗ്നസ് കാൾസൺ നേടിയ വാർത്തയും ചെറുതായി തന്നെ മാതൃഭൂമി നൽകിയിരിക്കുന്നു. ഇതാണ് സ്പോർട്സ് പേജുകളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ. ഏറ്റവും ബാക്ക് പേജിൽ കാളിദാസിയെ കുറിച്ചുള്ള വാർത്തകളുണ്ട്. എല്ലാ പത്രങ്ങളും നൽകിയിട്ടുണ്ട്. മാതൃഭൂമി നൽകിയിരിക്കുന്നത് അവിചാരിതമായി എത്തി അധികാരത്തിൽ നിറഞ്ഞു, കാളിദാസിയ വിട പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പ്രധാനപ്പെട്ട വാർത്ത. ഒപ്പം തന്നെ ഒരു ബോക്സിൽ അനുശോചിച്ച് ഹസീന, അതായത് ഷെയ്ഖ് ഹസീന അനുശോചനം രേഖപ്പെടുത്തി എന്ന വാർത്തയും നൽകിയിരിക്കുന്നു. ഇതാണ് ഇന്നത്തെ വാർത്ത. ദ പ്രസിൽ നൽകാനുള്ള വാർത്തകൾ സംബന്ധിച്ചുള്ള ഒരു അവലോകനം എന്ന് പറയുന്നത്. ഇനി പുതുവർഷ പുലരിയിൽ വീണ്ടും കാണാം. എല്ലാ പ്രേക്ഷകർക്കും ദ പ്രസിൻ്റെ ഹാപ്പി ന്യൂ ഇയർ, നല്ലൊരു വർഷം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.